ഗുഡ് മോർണിംഗ്. കുറേ ആയല്ലേ, ഞാനിപ്പോൾ ഇങ്ങനെ വരും പോവും അല്ലേ. നല്ല തിരക്കാണ് കേട്ടോ. വർക്കിലൊക്കെ കയറി കഴിയുമ്പോൾ നമുക്ക് ടൈം കിട്ടൂല ഈ വീഡിയോസ് ഇടാനൊന്നും ഇടാൻ വേണ്ടി. അപ്പോൾ ഇന്നലെ ഒരു സന്തോഷമായിട്ടുള്ള സംഭവം നടന്നിട്ട് അത് പറയാനാണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് ക്രിക്കറ്റ് കളിക്കാൻ പോകണം സൺഡേ. അപ്പോൾ ഞാൻ പറഞ്ഞു ക്രിക്കറ്റ് കളിക്കാൻ പോവണ്ട, എന്തോ മാച്ച് ഉണ്ട്, അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ എന്തായാലും വൈകിട്ടേ വരുള്ളൂ. അപ്പോൾ ഞാൻ പറഞ്ഞു പോവണ്ട, കുട്ടികൾക്ക് സ്കൂളിലെ ഐറ്റംസ് ഒന്നും മേടിച്ചിട്ടില്ല. ശരി എന്ന് പറഞ്ഞു, ഒന്നും മിണ്ടിയില്ല. രാവിലെ ഞാൻ എണീക്കുന്ന മുമ്പ് തന്നെ പോയി. ആളെ കാണാനില്ല. ഞാൻ എനിക്ക് വന്നപ്പോൾ ആളെ കാണാനില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി പോയിരിക്കുന്നത്. പിന്നെ വിളിച്ച് കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി കഴിഞ്ഞാൽ ഫോൺ എടുക്കില്ല. അങ്ങനത്തെ ഒക്കെ സ്വഭാവം ഉണ്ട് കേട്ടോ. നല്ല സ്വഭാവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. അപ്പോൾ ഞാനും വിചാരിച്ചു എന്നാൽ ഓക്കെ ആയിക്കോട്ടെ. അപ്പോൾ നമുക്കും ദേഷ്യവും സങ്കടവും ഒക്കെ നമുക്ക് വരുമല്ലോ. ഞാനപ്പോൾ എന്നാൽ ഒരു കാര്യം ചെയ്യാം, ഒന്നും ഉണ്ടാക്കണ്ട, അങ്ങനെ വിട്ടാൽ കൊള്ളു. വരുമ്പോൾ തന്നെ പിന്നെ ഭക്ഷണമൊക്കെ ശരിയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് ശരിയാവില്ലല്ലോ. അപ്പോൾ ആ പരിപാടി വേണ്ടാന്ന് വിചാരിച്ചു. ഞാനൊന്നും ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ ജസ്റ്റ് അത് കഴിഞ്ഞ് വെറുതെ ഞാനിങ്ങനെ കിടക്കണമായിരുന്നു. നല്ല മഴയായിരുന്നു ഇന്നലെ. അപ്പോൾ വെറുതെ കിടന്നപ്പോൾ തന്നെ വാതിൽ കിടന്ന് തട്ട്. അപ്പോൾ ആരായിരിക്കും വിചാരിച്ചിട്ട് പിന്നെ വാതിൽ തുറന്നപ്പോൾ അപ്പം എനിക്ക് ചിരി വന്നിട്ട്, എന്താ പറയുക, മഴയാണല്ലോ. മഴ കാരണം ക്രിക്കറ്റ് നടന്നില്ല. പോയ ആൾക്കാരെല്ലാവരും, അപ്പോൾ എല്ലാവരും അവിടെ നിന്ന് പറഞ്ഞു തന്നു ഭാര്യമാരെ പ്രാക്കാണ്, എല്ലാവരും കൂടി ഒന്നിച്ചിരുന്ന് പ്രാഗിട്ടായിരിക്കും മഴ പെയ്തിട്ട് അവർക്ക് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ. അപ്പോൾ എനിക്ക് ചെയ്യുന്നുണ്ട് സത്യം പറഞ്ഞാൽ പ്രാഗി, നമുക്ക് ദേഷ്യം വരൂലേ. അപ്പം മഴ പെയ്തപ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ വെച്ചു, മഴ തോരണ്ട, മഴയത്ത് കിടന്ന് കളിക്കട്ടെ പണ്ടാരങ്ങൾ എന്നൊക്കെ ഞാൻ മനസ്സിലിങ്ങനെ വിചാരിച്ച്. അങ്ങനെ കളി ക്യാൻസലായി. രാവിലെ തന്നെ പോന്നു. അപ്പോൾ എനിക്ക് സന്തോഷമായി. അതാണ് എന്താ, വീട്ടിലെ കാര്യങ്ങളൊക്കെ നടന്ന് കുട്ടികളുടെ സാധനങ്ങളൊക്കെ മേടിക്കാൻ പോകാൻ പറ്റി. പിന്നെ അടുത്ത ആഴ്ച എന്ന് പറയുമ്പോൾ തിങ്കളാഴ്ച ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഞായറാഴ്ച ജഗലി പിടിച്ച് നമ്മളെല്ലാം കാര്യങ്ങളും, എന്നാലും നമുക്ക് എല്ലാ സാധനങ്ങളും എവിടെയും എല്ലാ സ്ഥലത്തിനും കിട്ടണമെന്നില്ല. രണ്ടുപേർക്ക് മേടിക്കാണ്ട് സാധനങ്ങൾ എല്ലാം രണ്ടെണ്ണം വീതം വെച്ച്. അപ്പം ഒരു സ്ഥലത്ത് തന്നെ നമുക്ക് എല്ലാം കിട്ടുമൊന്നുമില്ല. നമ്മൾ 2-3 സ്ഥലത്ത് കയറി ഇറങ്ങുമ്പോഴാണ് നമുക്ക് എന്തെങ്കിലുമൊക്കെ സെറ്റ് ആവുമോ. അപ്പോൾ എന്തായാലും പകുതി കാര്യങ്ങളൊക്കെ നടന്നു. പകുതി കാര്യമല്ല, ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ നടന്നു. ഇനി ചെരുപ്പും ടിഫിനും കൂടി മേടിച്ചാൽ മതി. അപ്പോൾ അങ്ങനെ ഒരു നല്ല സംഭവം ഇന്നലെ നടന്നു.